രത്തമ്മേ, നീ ജാനിമോളെ വഴക്ക് പറഞ്ഞോ? ആ പറഞ്ഞു. വഴക്ക് പറയാൻ മാത്രമല്ല, നല്ല അടിയും വെച്ചു കൊടുത്തിട്ടുണ്ട്. എന്തിന്? എന്തിനാണെന്ന് അവൾക്കറിയാം. അത് പോരല്ലോ, ഞാനറിയണ്ടേ എന്തിനാ ജാനിമോളെ തല്ലിയതും വഴക്ക് പറഞ്ഞതും? പറഞ്ഞ അനുസരിക്കാഞ്ഞിട്ട്. അവൾ എന്താ അനുസരിക്കാതിരുന്നത്? അതൊക്കെ വേണ്ട പോലെ പറഞ്ഞു കേൾപ്പിച്ചു കാണുമല്ലോ വിജയേട്ടൻ വന്ന ഉടനെ തന്നെ. രത്നമ്മേ, നീ കുഞ്ഞിനേക്കാളും ചെറുതാവരുത്. വിജയേട്ടന് ചെറുതാവുന്നേ. മുതിർന്നവർ അനുസരണക്കേടിനും ഗുരുത്തക്കേടിനും ഒക്കെ കുട്ടികളെ ശാസിക്കുകയും ശിക്ഷിക്കുകയൊക്കെ ചെയ്തെന്നിരിക്കും. ക്ലാസ്സിൽ വികൃതി കാണിക്കുന്ന കുട്ടികളെയും പഠിക്കാത്ത കുട്ടികളെയൊക്കെ ഞാൻ അടിക്കാറുണ്ട്. അവരുടെ എല്ലാ അച്ഛനമ്മമാരെ അതിനെല്ലാം സമാധാനം ചോദിക്കാൻ സ്കൂളിലോട്ട് വന്ന ടീച്ചർമാർ എന്ത് ചെയ്യും? അതുപോലെയാണോ ഇത്? ഇതിനെന്താ പ്രത്യേകത? ഞാൻ ചിലപ്പോ ജാനിയെ തല്ലിയെന്നിരിക്കും, വഴക്ക് പറഞ്ഞെന്നിരിക്കും, തലയ്ക്ക് കിഴുക്ക് കൊടുത്തെന്നും ഇരിക്കും. അതിനല്ല അവള് വിജയേട്ടനോട് പരാതി പറയാ, വിജയേട്ടൻ ഉടനെ അത് കേട്ടോണ്ട് എന്നോട് കൂട്ടി ചോദിക്കാൻ വരിക. ഞാനെന്താ ഇവിടുത്തെ വേലക്കാരിയാണോ? എനിക്കറിയാം കുട്ടികളെ എങ്ങനെ വളർത്തണമെന്ന്. അപ്പൊ നിനക്കും ഇതേ ആരുമില്ല. നീയാണ് ഈ വീട്ടിലെ സർവാധികാരി. നിന്നെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല. നീ ചെയ്യുന്നതെല്ലാം 100% ശരി എന്ന് ഞാൻ പറഞ്ഞോ? പിന്നെ നീ എന്താടി പറഞ്ഞത്? ജാനിയുടെ കാര്യത്തിൽ എന്നെ ചോദ്യം ചെയ്യാൻ വരണ്ടെന്നാ ഞാൻ പറഞ്ഞത്. അതായത് നിനക്ക് ഇനി ഇവളെ വേണ്ട. തോന്നുമ്പോഴെല്ലാം നിലത്തിട്ട് ചവിട്ടി തൂക്കാം. എന്ത് ചെയ്താലും ചോദിക്കാൻ ആരും ഉണ്ടാവരുത്. അതാണോ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം? പിന്നെ എന്താടി നീ പറഞ്ഞത്? നീ ചെറ്റത്തരം കാണിച്ചാൽ അത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കാൻ എനിക്ക് അവകാശമില്ലെങ്കിൽ പിന്നെ ആർക്കാ അവകാശം? എനിക്ക് പകരം നീ വേറെ വല്ലവനെ കണ്ടുവച്ചിട്ടുണ്ടോ ചോദിക്കാനും പറയാനും? ഞാൻ എന്ത് ചെറ്റത്തരാ കാണിച്ചത്? നീ ഈ കുഞ്ഞിനെ കൊണ്ട് സൂര്യമോളുടെ മൂത്രം തുടപ്പിക്കുകയും മൂത്രത്തുണി കഴിയുകയും ചെയ്തോ? ഓ, അതാണോ വലിയ തെറ്റായി പോയത്? പെൺകുട്ടികൾ അനുസരിച്ച് പഠിക്കണ്ടേ വിജയേട്ടാ? ഞാൻ എന്നും ചെയ്യുന്ന ജോലിയല്ലേ ഇവളോട് ഒരു നേരം ചെയ്യാൻ പറഞ്ഞത്? അപ്പൊ അവൾക്ക് അത് അറയ്ക്കുന്നു. അതൊന്ന് മാറ്റിയെടുക്കണ്ടേ? എടേ, കുട്ടികൾക്ക് അറയ്ക്കും. ഞാൻ ചെയ്യുന്നില്ലേ ഒരറപ്പും ഇല്ലാണ്ട്? നീ കുഞ്ഞിന്റെ അമ്മയാ. നീ അത് ചെയ്യാൻ കടപ്പെട്ടവള്. നീ അല്ലാതെ മറ്റാര് ചെയ്യോ അത്? എടി, നീ നിന്നെയും ജാനിക്കുട്ടി ഒരുപോലെയാണോ കാണുന്നത്? ഞാൻ ഓരോരോ ജോലി ചെയ്യുന്നതിനിടയിൽ ഒരു കൈ സഹായിക്കാൻ ഇവളല്ലേ ഉള്ളൂ. ഇവൾക്ക് ഈ അറപ്പൊക്കെ മാറണ്ടേ? ഓ, നീ ഇവളെ മലവും മൂത്രം എടുത്ത് പരിശീലിപ്പിക്കുകയാണോ? ഭാവിയിൽ നീ കിടപ്പിലാകുന്ന കാലത്ത് ഉപകാരപ്പെട്ടെങ്കിലോ? അല്ലേ? വിജയേട്ടൻ ഇവളെ വേറിട്ട് കാണുന്നതുകൊണ്ടാ ഇങ്ങനെയൊക്കെ തോന്നുന്നത്. ഈ വീട്ടിലെ കുട്ടിയായിട്ടല്ല വിജയേട്ടൻ ഇവളെ കാണുന്നേ. ഏതോ വലിയ രാജകുമാരിയാണെന്ന മട്ടില്ല. അത്രയും വിശേഷപ്പെട്ട ഒരു പരിഗണന കൊടുക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് വിചാരിക്കാൻ വേണ്ട.